നിറത്തിന്റെ പേരിൽ നേരിട്ട അവഹേളനത്തെ തുടർന്ന് മലപ്പുറത്ത് നവവധു ആത്മഹത്യ ചെയ്തു. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസാണ് മരിച്ചത്. നിറം കുറവാണെന്ന ഭർത്താവിന്റെ പരാതിയിൽ ഭാര്യ ജീവനൊടുക്കി. ഏറെ സങ്കടകരമായി നാം കേട്ട ഒരു വാർത്തയാണ്. എല്ലാവിധ ലിറ്ററസിയും എല്ലാവിധ വിദ്യാഭ്യാസവും ബോധവും സംസ്കാരവും നിറഞ്ഞ ഈ കേരളത്തിൽ തന്നെ അത് സംഭവിച്ചു എന്നറിയുമ്പോഴാണ് ഏറെ ദുഃഖകരമായത്. വിദ്യകൾ കൊണ്ടും ടെക്നോളജികൾ കൊണ്ടും മനുഷ്യനെന്ന സൃഷ്ടിപ്പ് ആകാശത്തോളം ഉയർന്നിട്ടുണ്ടെങ്കിലും ബോധം കൊണ്ടും സംസ്കാരം കൊണ്ടും മനുഷ്യ ശരീരം ഇപ്പോഴും മരീചികമാണെന്ന് തെളിയിക്കുന്നൊരു സംഭവം. പണവും പത്രാസും നിറഞ്ഞ ഏത് ഫാമിലിയാണെങ്കിലും, ഏത് കൊമ്പത്തെ ഫാമിലിയാണെങ്കിലും തൻ്റെ പുന്നാര മകളെ ഒരു നവഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോ അച്ഛനും അതല്ലെങ്കിൽ ഓരോ പിതാവും ഭർത്താവിനോട് പറയുന്ന അവസാനത്തെ ഒരു വാക്കുണ്ട്: ഇത്രയും കാലം എൻ്റെ പൊന്നുമകളെ ലാളന കൊണ്ടും സ്നേഹം കൊണ്ടും ഞാൻ സ്നേഹിച്ചു പൊതിഞ്ഞ ഈ പുന്നാര മകളെ നിങ്ങളും അതുപോലെ സംരക്ഷിക്കണമേ എന്ന്. അതുപോലെ തന്നെ മലപ്പുറംകാരിയായ ഷഹാന മുംതാസിനെയും ആ പിതാവ് ഒരു ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മരണം അയാൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. 10-18 വർഷത്തോളം കണ്ണിലെ കൃഷ്ണമണി പോലെ എല്ലാവിധ ലാളനയും സ്നേഹവും സംരക്ഷണവും നൽകി നാം പൊന്നുപോലെ വളർത്തിയ പെൺകുട്ടികളെ പണവും പത്രാസും നോക്കി കൊടുക്കുന്നതിനുപരി ബുദ്ധിയും വിവേകവുമുള്ള സ്നേഹസമ്പന്നരായ ഭർത്താക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുക. നിന്റെ പണം കൊണ്ടോ പത്രാസ് കൊണ്ടോ അതല്ലെങ്കിൽ കൊമ്പത്തെ ഫാമിലിയിൽ ജനിച്ചു എന്ന ബാക്ക്ഗ്രൗണ്ട് കൊണ്ടോ അതല്ലെങ്കിൽ നീ കാണിക്കുന്ന നിന്റെ ഹുങ്ക് കൊണ്ടോ അല്ലടോ നീ നല്ലൊരു ഭർത്താവായി തീരുന്നത്. സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും നിന്റെ ബോധം കൊണ്ടും സംസ്കാരം കൊണ്ടും സാഹചര്യ പെരുമാറ്റങ്ങൾ കൊണ്ടും നീ നിന്റെ ഭാര്യയെ അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നീ ഒരു നല്ല ഭർത്താവിലുപരി നല്ലൊരു മനുഷ്യനായി തീരുന്നത്. ആ ഒരു പാഠം തന്നെയാണ് മരണപ്പെട്ടു പോകുമ്പോഴും മലപ്പുറംകാരി ഷഹാന മുംതാസ് പറയാതെ നമ്മോട് പറയുന്നത്. ഹുങ്കുള്ളവർക്കും പണമുള്ളവർക്കും പത്രാസുള്ളവർക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കി കൊടുക്കുന്നതിലുപരി സ്നേഹവും വാത്സല്യവും ബോധവും സംസ്കാരവുമുള്ള ഒരു നല്ല ഭർത്താവിൻ്റെ കയ്യിൽ 18 വർഷക്കാലത്തോളം നിങ്ങളുടെ തണലിൽ ജീവിച്ച നിങ്ങളെ പൊന്നുമോളെ സംരക്ഷണത്തോടെ ഏൽപ്പിക്കാൻ ശ്രമിക്കുക.